dear children, welcome to Kids Area Online. നാളെ എക്സാം ആണ്, ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം ആണല്ലേ. ഓക്കെ, ഇപ്പോൾ എക്സാമിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ട്യൂഷൻ വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിങ്ങിനും റൈറ്റിങ്ങിനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ബേസിക് ക്ലാസ്സും നൽകുന്നുണ്ട്. ഓക്കെ, എല്ലാ ക്ലാസ്സും സൂമിലാണ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്ലാസ്സിന് ആവശ്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ മാത്രം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളത്തെ ഇന്റഗ്രേഷൻ ഡേ 2 എക്സാമിന് നോക്കാൻ പോകുന്നത് നീയെ നമുക്കറിയാം. എന്താണ് നീയുടെ കയ്യിൽ കുറച്ച് ബാംഗിൾസ് ഉണ്ട്, വളകളുണ്ട്. എന്താ ഉള്ളത്? വളകൾ. എത്ര വളയാണുള്ളത് അതാദ്യം നമുക്കൊന്ന് നോക്കാം. നീയുടെ കയ്യിൽ എത്ര വളയാണുള്ളത് അതാദ്യം നമുക്കൊന്ന് നോക്കാം. കൗണ്ട് ചെയ്യാവോ? ഇത് വലത് കൈയാണ്, റൈറ്റ് ഹാൻഡ്, വലത് കൈയാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈയാണ്. ഓക്കെ, ഇത് ഇടത് കൈയാണ്, ലെഫ്റ്റ്. ഇത് വലത്, റൈറ്റ് ഹാൻഡ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് വലത് കൈയിൽ നോക്കാം എത്ര വളകൾ ഉണ്ട് എന്ന് നോക്കാം. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ, എത്ര വളകൾ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6. വലത് കൈയിൽ എത്ര വളകളുണ്ട്? 6 ബാംഗിൾസ്, 6 വളകളുണ്ട്. നോക്കാം ഇടത് കൈയിൽ എത്ര വളകളുണ്ട്? 1 2 3 4 5 6. ഇടത് കൈയിലും 6 ബാംഗിൾസ് ആണുള്ളത്. അപ്പോൾ ഇടത് കൈയിലും വലത് കൈയിലും കൂടി എത്ര ബാംഗിൾസ് ഉണ്ട്? 6 + 6. എന്താണ് 6 + 6? നമുക്കറിയാം. 6 അവിടെ നിന്നോട്ടെ. 6 ഫിംഗേഴ്സ് എടുക്കുക. 6 ഫിംഗേഴ്സ് എടുത്താൽ 6 കഴിഞ്ഞാൽ, ഈ 6 കഴിഞ്ഞാൽ 7 8 9 10 11 12. അപ്പോൾ ടോട്ടൽ എത്ര വളകളുണ്ട്? 12. 12 വളകൾ, 12 ബാംഗിൾസ് ഉണ്ട്. എത്ര ബാംഗിൾസ് ആണുള്ളത്? 12 ബാംഗിൾസ്. ഓക്കെ, 12 വളകളാണുള്ളത്. 12 ബാംഗിൾസ്, 12 വളകൾ ആർക്കുണ്ട്? നമ്മുടെ നീയക്കുണ്ട്. 12 വളകളാണ്, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഇന്ന് എങ്ങനെ ഇട്ടു? നീയ കിട്ടിയ വളകളെ, 12 വളകളെയും വലത് കൈയിൽ 6, ഇടത് കൈയിൽ 6 ആയിട്ടിട്ടു. ഓക്കെ, അടുത്ത ദിവസമായി. അടുത്ത ദിവസം എങ്ങനെയായിരിക്കും നീയ വള ഇടുന്നുണ്ടാവുക? അടുത്ത ദിവസം എങ്ങനെയായിരിക്കും ഇടുന്നുണ്ടാവുക? അപ്പോൾ ഈ 12 വളകളെ എങ്ങനെയെല്ലാം ഇടാം? അപ്പോൾ 12 ആകാം, 13 ആകാം, 14, 14 15 16 18 19. എത്ര വളകൾ നൽകിയാലും ആ വളകളെ നമുക്ക് എങ്ങനെയെല്ലാം ഇടാം? ഇടത് കൈയിൽ എത്ര, വലത് കൈയിൽ എത്ര? അതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം എത്ര വളകൾ വീതം ഇട്ടു? തുല്യം 12 വളകളാണ് ഉള്ളത്. 12 ബാംഗിൾസ് ആണ് ഉള്ളത്. അപ്പം ആദ്യത്തെ ദിവസം ഇടത് കൈയിൽ 6 വള, വലത് കൈയിൽ 6 വള ഇട്ടു. ഇനി അടുത്ത ദിവസം എത്ര വള ഇടുമായിരിക്കും? അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടാകാം? എത്ര വളയായാലും നമുക്ക് ആദ്യം വളകൾ ഇവിടെ വരയ്ക്കാം. അപ്പോൾ 12 ആണെങ്കിൽ 12 ബാംഗിൾസ് വരയ്ക്കുന്നതായിട്ട് ടീച്ചർ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പേപ്പറിന്റെ സൈഡിലും ഇതുപോലെ സംശയം വന്നാൽ വരച്ചു നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. 12 ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ 6ഉം 6ഉം ഇട്ട്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളകൾ എടുക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ 12 ബാംഗിൾസിൽ ഇത്രയും വളകൾ സെലക്ട് ചെയ്യാണ്. ഇത്രയും വളകളും ഇത്രയും വളകളുമായിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം 12 വളകളെ എങ്ങനെയെല്ലാം തിരിച്ചു. 1 2 3 4 5 6 7 8. ഇവിടെ എത്ര വളകളുണ്ട്? ലെഫ്റ്റിൽ 8ഉം റൈറ്റിൽ എത്രയുണ്ട്? 1 2 3 4, 4. 8 + 4 12. മനസ്സിലായോ? എങ്ങനെ തിരിച്ചു എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതുപോലെ ആക്കാം. വീണ്ടും ടീച്ചർ ഇവിടെ നിന്ന്
ഇടത് കൈയിൽ ഇത്രയും വളകൾ ഇടുന്നു. ബാക്കിയുള്ള വളകളെല്ലാം എവിടെയായിരിക്കും ഇടുന്നുണ്ടാവുക? റൈറ്റ് ഹാൻഡിൽ. ഓക്കെ, അപ്പൊ ഇടത് കൈയിൽ എത്ര വളകൾ ഇടും? 1 2 3 4 5. ഇടത് കൈയിൽ 5 ബാംഗിൾസ്. എന്നാൽ വലത് കൈയിൽ എത്ര ബാംഗിൾസ് കാണും? ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. ഈ വരയിട്ടത് 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ ഇത് ലെഫ്റ്റ് ഹാൻഡും ഇത് റൈറ്റ് ഹാൻഡിൽ ഇടാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് വീണ്ടും അടുത്ത് എങ്ങനെ വളയിടുമെന്ന് നോക്കാം. ഇപ്പൊ ലെഫ്റ്റിൽ എത്ര വളകൾ ഇടാം, റൈറ്റിൽ എത്ര വളകൾ ഇടാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇത്രയും വളകൾ ലെഫ്റ്റിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത്രയും വളകൾ ലെഫ്റ്റിലും ഇത്രയും വളകൾ റൈറ്റിലും. ഇത്രയും വളകൾ മാത്രം റൈറ്റ് ഹാൻഡിൽ ഇടുന്നു, ഇത്രയും വളകൾ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ എത്ര നമ്പറാണോ നൽകിയിരിക്കുന്നത് ആ നമ്പറിന് ഇതുപോലെ ആക്കുക. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിൽ എത്ര വളകൾ ഇടാം? 1 2 3 4 5 6 7 8 9 10. ഒരു കൈയിൽ എത്ര വളകൾ ഇട്ടു? 10. ലെഫ്റ്റ് ഹാൻഡിൽ 10 വളകൾ ഇട്ടു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ എത്ര വളകൾ ഇടാം? 1 2. 2 വളകൾ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡിലും നമുക്ക് ഇടാം. വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും വരയ്ക്കുക. 12 ബാംഗിൾസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇവിടെ നിന്ന് ഇത്രയും സെലക്ട് ചെയ്യാം. ഇത്രയും ലെഫ്റ്റ് ഹാൻഡിൽ, ബാക്കിയുള്ളതെല്ലാം റൈറ്റ് ഹാൻഡിൽ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടുന്നു? 1 2 3. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ 3 ഇടുന്നു. റൈറ്റ് ഹാൻഡിൽ എത്ര ഇടാം? 1 2 3 4 5 6 7 8 9. 9 ഇടുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എത്ര വളകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വരയ്ക്കുക. വരച്ചിട്ട് ലെഫ്റ്റിലും റൈറ്റിലേക്ക് നിങ്ങൾ ഇതുപോലെ തിരിച്ചെഴുതുക. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 16 വളകളുണ്ട്. 16 വളകൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇടാം? 16ന്റെ പകുതി നമുക്കറിയാം. എത്രയാണ്? 8ഉം 8ഉം ആണ് 16ന്റെ ഹാഫ് ഭാഗം. ഇനി 16 എന്ത് ചെയ്യാം? നമുക്ക് എങ്ങനെയെല്ലാം ആക്കാം? 16 നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഇവിടെ എഴുതിക്കോളൂ. 7. 7 കഴിഞ്ഞാൽ എത്ര വളകൾ വേണം 16 ആവാൻ? 7 കഴിഞ്ഞാൽ 8 9 10 11 12 13 14 15 16. എത്ര വളകൾ വേണം? 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇടത് കൈയിൽ 7 വളകൾ ഇട്ടു, വലത് കൈയിൽ 9 ഇട്ടു. ഓക്കെ, അടുത്ത 16 ആവാൻ ഇടത് കൈയിൽ 5 വളകൾ ഇട്ടു. 5 വളകൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ടു. റൈറ്റ് ഹാൻഡിൽ എത്ര വളകൾ ഇടാം? 5 കഴിഞ്ഞാൽ 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ വലത് കൈയിൽ എത്ര വളകൾ ഇട്ടിട്ടുണ്ടാവും? 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, ഇവിടെ 5ഉം 11. അപ്പൊ എത്ര നമ്പർ തന്നാലും ലെഫ്റ്റിൽ എത്ര റൈറ്റിൽ എത്ര അങ്ങനെ എഴുതാനായിട്ട് അറിയാലോ. അപ്പൊ വളകൾ എന്നല്ല, ഇപ്പൊ ഈ ഒരു നമ്പർ നൽകുകയാണ്, 13 എന്നൊരു നമ്പർ നൽകുകയാണ്. 13 എങ്ങനെയെല്ലാം എഴുതാം? 10 + 3. വേറെ എങ്ങനെ എഴുതാം? 7 + 7 കഴിഞ്ഞാൽ 38 ആവാൻ എത്ര വേണം? 7 കഴിഞ്ഞാൽ 8 9 10 11 12 13. അപ്പോൾ 7 + 6. വേറെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + എത്ര വരും? 5 കഴിഞ്ഞാൽ 6 7 8 9 10 11 12 13. 8 ഫിംഗേഴ്സ് എടുക്കേണ്ടി വരും. 5 + 8 ഇതുപോലെ എഴുതാൻ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? 13 വരകൾ ഇങ്ങനെ വരയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13. ഒട്ടും അറിയില്ലെങ്കിൽ കേട്ടോ. ഇപ്പൊ 10നോട് എത്ര കൂട്ടിയാൽ 3 കിട്ടും, അല്ലെങ്കിൽ 5നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടും എന്ന് പറയാൻ എന്ത് ചെയ്യണം? 5 മാറ്റുക. 1 2 3 4 5. 5 മാറ്റിക്കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുണ്ട്? അതാണ് അടുത്ത് എഴുതാനുള്ളത്. 1 2 3 4 5 6 7 8. 5 + 8 = 13. ഒരു നമ്പർ നൽകിയാൽ അത്രയും വരകൾ നിങ്ങൾ ഇട്ട ശേഷം ഇതുപോലെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കണ്ടെത്താം. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു കണക്ക് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതുമല്ലോ. യെസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാർക്ക് ടീച്ചർ കുറച്ച് നെല്ലിക്കകൾ കൊടുക്കുകയാണ്. നിതയ്ക്ക് ടീച്ചർ 17
ഗൂസ്ബെറീസ് നെല്ലിക്ക കൊടുത്തു. സച്ചുവിന് 15 ദിയയ്ക്ക് 10, ജാസിന് 12, മിഴിക്ക് 18 കൊടുത്തു, നിഹാലിന് 13 കൊടുത്തു. ഹൂ വോൺ? ആരാണിതിൽ ജയിച്ചത്? ആർക്കാണ് കൂടുതൽ കിട്ടിയത്? ആർക്കാണ് ഇവിടെ കൂടുതൽ? ആർക്കാണ്? അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം? ഈ കിട്ടിയ നമ്പേഴ്സ് എല്ലാം നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കാം. 17, 15, 10, 12, 18, 13. അപ്പോൾ ഇടതുവശത്ത് ഒരുപോലെയാണെങ്കിൽ നമുക്കത് വേണ്ട, അത് മാറ്റാം. ഓക്കെ, അപ്പോൾ വലതുവശത്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? 7 ആണോ, 5 ആണോ, 0 ആണോ, 2 ആണോ, 8 ആണോ, 3 ആണോ? 8. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് എത്രയാണ്? 18. 18 ആർക്കാണ്? മിഴി. അപ്പോൾ മിഴിക്കാണ് ഏറ്റവും കൂടുതൽ. ഫസ്റ്റ്. ഏറ്റവും കുറവ് ആർക്കാണ്? 7 ആണോ ഏറ്റവും ചെറുത്? 5 ആണോ? 0 ആണോ? 2 ആണോ? 3 ആണോ? 0 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ ആർക്കാ കിട്ടിയേ? ദിയയാണ് ഏറ്റവും കുറവ്. ഓക്കെ, മനസ്സിലായോ? കൂടുതൽ ഏത്, കുറവേത് എന്ന് കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ഇവിടെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. 12, 18, 15, 19, 17, 14. ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണ്? മിഴി. കാരണം എന്താ? 19 ഏറ്റവും കൂടുതൽ കിട്ടിയത് മിഴിക്കാണ്. ഇനി ഏറ്റവും കുറവാണെങ്കിലോ? 12 നിതയ്ക്കാണ്. കുറവേത് കൂടുതലേതെന്ന് കണ്ടെത്താൻ മനസ്സിലായല്ലോ. ഇനി ഇതിനെ എങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എങ്ങനെ എഴുതാം? 1 കഴിഞ്ഞ് 2 വരുന്നതാണ് ഏറ്റവും ചെറുത്. 2 കഴിഞ്ഞ് അടുത്ത ഏതാണ്? 4. അപ്പോൾ 1, 4 വരുന്നതാണ് അടുത്ത, അതിനേക്കാളും വലുത്. അടുത്ത ഏതാണ്? 1 കഴിഞ്ഞ് 5 വരുന്നത്. അടുത്ത് 1 കഴിഞ്ഞ് 7 വരുന്നത്. അടുത്ത് 1 കഴിഞ്ഞ് 8, 18, 19. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. ഇങ്ങനെ എഴുതും നമ്മൾ. ആദ്യം 19 എഴുതും. 19, 18, 17, 15, 14, 12. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്ന് ഒരു കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് അറിയാലോ. തെറ്റിക്കില്ലല്ലോ? ഇല്ല. ഓക്കെ. ഇനി ആഹാരങ്ങൾ, പല രീതിയിലുള്ള ആഹാരങ്ങളുണ്ട്. ആവിയിൽ വേവിക്കുന്നവ, ചുട്ടെടുക്കുന്നവ, വറുത്തെടുക്കുന്നവ, വേവിക്കാത്തവ, ഇങ്ങനെ പല രീതിയിലുള്ള ആഹാരങ്ങളുണ്ട് അല്ലേ. ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ നമുക്കറിയാലോ. പുട്ട്, ഇഡലി, ഇടിയപ്പം, നൂലപ്പം, കൊഴുക്കട്ട, കുമ്പിളപ്പം, ഇലയട. ഓർമ്മയുണ്ടോ? ടീച്ചർ ഒത്തിരി ക്ലാസ്സുകളിൽ പറഞ്ഞു ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ, ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ദോശ, പത്തിരി, ഓട്ടട, അപ്പം, ചപ്പാത്തി. ഇതൊക്കെ എന്താണ്? അപ്പം, ചപ്പാത്തി, ഇതൊക്കെ ചുട്ടെടുക്കുന്ന ആഹാരങ്ങളാണ്. വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, നെയ്യപ്പം. ഇതൊക്കെ എന്താണ്? പൂരി. ഇതൊക്കെ വറുത്തെടുക്കുന്നതാണ്. വേവിക്കാത്ത പലഹാരങ്ങളോ? മോര്, തൈര്, സർബത്ത്, സാലഡ്. ഇതൊക്കെ എന്താണ്? വേവിക്കാത്ത പലഹാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുമല്ലോ. ഇനി മധുരമുള്ള പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. മധുരമുള്ള പലഹാരങ്ങൾ. കയ്പുള്ള പലഹാരങ്ങൾ അറിയാലോ. കയ്പ്. പുളിയുള്ള പലഹാരങ്ങൾ അറിയാലോ. ഇതൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവർ നോക്കണേ. ഇനി എരിവുള്ള പലഹാരങ്ങൾ അറിയാലോ. എരിവ്. മധുരം, കയ്പ്, പുളി, എരിവ്. ഇനി വടകൾ അറിയാവോ? ഏതൊക്കെ വടകളാണുള്ളത്? വടകൾ. ഉഴുന്നുവടയുണ്ട്, പരിപ്പ് വടയുണ്ട്, ഉള്ളിവടയുണ്ട്, മസാല വടയുണ്ട്. വടകൾ അറിയാം. അപ്പങ്ങൾ ഏതൊക്കെയുണ്ട്? കുഴലപ്പം, ഊത്തപ്പം, പാലപ്പം, കുമ്പിളപ്പം, കിണ്ണത്തപ്പം, ഇങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ അപ്പങ്ങൾ, വടകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. മധുരമുള്ളത്, എരിവുള്ളത്, പുളിയുള്ളത്, ഇതും അറിയാലോ. ആഹാരങ്ങൾ, പല രീതിയിലുള്ള ആഹാരങ്ങൾ അറിയാലോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എക്സാമിന് പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.